ജനറേഷൻസിന്റെ ഒരു കോമ്പിനേഷനാണ്. ഒരു എന്താ പറയുക, ലെജൻഡറി ആയിട്ടുള്ള ജനറേഷൻ്റെയും വളരെ യങ് ജനറേഷൻ്റെ ഒരു കോമ്പിനേഷനാണ് ലിറ്റററി. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ അത് ഒരു അങ്ങനെ വേണമെങ്കിൽ നമുക്ക് തന്നെ റീഡ് ചെയ്യാം. സിനിമയിലും അങ്ങനെ ഒരു റീഡിംഗ് ഉണ്ട്. ഈ മെമ്മറീസ് ജനറേഷൻസ് എന്നൊക്കെ പറയുന്ന വളരെ വളരെ ആഴത്തിൽ കാണുന്ന കുറേ മനുഷ്യരുടെ കഥയാണ്. അപ്പം പുതിയതും പഴയതിൻ്റെ ഒരു കോമ്പിനേഷൻ ഉണ്ട് ആ സിനിമയ്ക്ക്. പിന്നെ നിങ്ങൾ ചോദിക്കുന്ന തുന്നിക്കെട്ട് എന്താണെന്നുള്ളത് ഇനി വളരെ കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ. ഫാൻ ബോയ്ഡ് അല്ല, അത് 2255 എന്ന് എല്ലാവരും സജസ്റ്റ് ചെയ്തായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഒരിക്കലും 2255 ആകാൻ പാടില്ല എന്ന് ഞങ്ങൾ ഡിസൈഡ് ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അപ്പോൾ എൻ്റെ ഫസ്റ്റ് കാർ ഒരു മാരുതി 800 ആണ് വീട്ടിലെ. അപ്പോൾ അതിൻ്റെ നമ്പർ 4455 ആണ്. അപ്പം ഞാൻ ആ ഒരു നൊസ്റ്റൂലാണ് എന്നോടുള്ളൊരു അങ്ങനെ ഒരു മൂവി ചെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ എൻ്റെ ഒരു ഫസ്റ്റ് കാർ എന്ന് പറയുന്ന ഒരു എക്സൈറ്റ്മെന്റിലാണ് 4455 ചെയ്തത്. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ കോയിൻസിഡൻസ് ആണ്, അപ്പം ഞാനിത് ഷൂട്ട് ചെയ്ത് ഏതാണ്ടൊരു പകുതി സിനിമയുടെ ഷൂട്ടിംഗ് പകുതി എത്തിയ സമയത്ത് ഒരു ദിവസം ലാലേട്ടൻ പറഞ്ഞു എൻ്റെ അംബാസഡർ കാർ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. പഴയ ഞാൻ കണ്ടപ്പം ഒരു ബ്ലൂ കളർ ഒരു പ്രത്യേക കളറുള്ളൊരു വണ്ടിയാണ് അംബാസഡർ കാർ. ലാലേട്ടൻ അത് ഒരു ഗ്ലാസ് ഒക്കെ വെച്ച് അതിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഭയങ്കര ഒരു രസമുള്ളൊരു ഫോട്ടോ ഉണ്ട്. ആ ഫോട്ടോ കാണിച്ചപ്പോൾ ഞാൻ നോക്കുമ്പോൾ ആ കാറിന് നമ്പർ 4455. അപ്പം ഞാൻ ചോദിച്ചു, സാർ ഈ കാറിൻ്റെ നമ്പർ 4455 ആണ്. സാർ അതറിയില്ലേ? ഞാനോട് നിങ്ങൾ അതറിഞ്ഞിട്ടാണ് ഇത് ഇട്ടതെന്നാവും. അതങ്ങനെ ഒരു കോയിൻസിഡന്റിൽ വന്ന് വീണാണ്. അപ്പം ലാൽ സാറിന്റെ ഫസ്റ്റ് കാർ സംതിങ് അംബാസഡർ കാർ ആയിരുന്നു. അപ്പം അത് നമ്മളറിയാണ്ട് എന്താ പറയാ, ഈ നേച്ചർ കൊണ്ടുവന്ന് വെക്കുന്ന ചില നേച്ചറിന്റെ പിന്നെ സിനിമ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും. ഈ ലാലേട്ടനെ ഡയറക്ട് ചെയ്ത ഒരാളെന്ന രീതിയിൽ ലാലേട്ടനോട് നമ്മൾ ചോദിക്കുകയാണ് എങ്ങനെയാണ് ഈ ഒരു കഥാപാത്രം ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങ് വന്നു പോകുന്നതാണ് മോനെ എന്ന് പറയും സിമ്പിൾ ആയിട്ട്. പക്ഷെ ആസ് എ ഡയറക്ടർ തിരക്ക് പിന്നിലേക്ക് വരുന്ന ഒരു കഥകളിക്കാരന്റെ ഉള്ളിൽ നടക്കുന്ന സാധനങ്ങളൊക്കെ അറിയാൻ പറ്റുമല്ലോ. അതുപോലെ തന്നെ ഒരു ആക്ടറിന്റെ ഉള്ളിൽ ആ സമയത്ത് എന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടോ? ഇല്ല, എങ്ങനെയാണ് അത്? നമ്മള് ലാലേട്ടനെ കുറച്ച് ദിവസങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ തന്നെ പുള്ളിയുടെ സ്റ്റൈല് മനസ്സിലാവില്ല. അപ്പം ഒന്നും അങ്ങനെ ഫീഡ് ചെയ്യേണ്ടതില്ല. അത് അദ്ദേഹത്തിന് എന്താ ഇപ്പം ഫസ്റ്റ് ടേക്കിൽ നമ്മളൊരു ഒരു പരിപാടി ചെയ്യിച്ചു, അല്ലെ ലാലേട്ടൻ ചെയ്തു. അത് ഏതെങ്കിലും കാരണവശാൽ ഓക്കെ അല്ലെങ്കിൽ അടുത്ത ടേക്കിൽ അതായിരിക്കില്ല ചെയ്യുന്നത്, വേറൊരു രീതിയിലായിരിക്കും ചെയ്യുന്നത്. അല്ല ഞാനത് ഒരു ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ലാലേട്ടൻ്റെ അടുത്ത് ഒരു പ്രാവശ്യം ചെന്ന് പറഞ്ഞ് നമ്മളെ കാരണത്താൽ അല്ലാണ്ട് വരുന്ന പല മിസ്റ്റേക്സും ഉണ്ട്. അതായത് ഈ ആക്ടർ കാരണം ഒന്ന് ഫോക്കസ് പോവാം, അല്ലെങ്കിൽ വേറെന്താ കാരണത്തിൽ നമ്മളൊരു പാസിങ് വിട്ട് തെറ്റിപ്പോവാം, പല മിസ്റ്റേക്സും വരാം. ഈ ആസ് എ ആക്ടർ എന്നല്ല, അതല്ലാണ്ട് ബാക്ക്ഗ്രൗണ്ട് നടക്കുന്ന പല പരിപാടികളും നമുക്ക് തെറ്റിപ്പോകും. ചിലപ്പോൾ വേണ്ട എന്തെങ്കിലും ഒരു സാധനം ആ ഫ്രെയിമിൽ കൊണ്ടുവച്ചിട്ടുണ്ടാവില്ല, അത് മറന്നു പോകും. കാരണം ആ തിരക്കിൻ്റെ ഇടയിൽ വിട്ടുപോകുന്ന അങ്ങനെ പല കാര്യങ്ങളാണ്. അപ്പം പുള്ളി ഇത് അഭിനയിച്ച് കഴിഞ്ഞ് അത് പിന്നെയും രണ്ടാമതൊരു ടേക്ക് പോയി, അതും സെറ്റായില്ല. മൂന്നാമതൊരു ടേക്ക് പോയി. കാരണം അത് പുള്ളിയുടെ അഭിനയത്തിന്റെ പ്രശ്നമല്ല, മറ്റേ മിസ്റ്റേക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കറക്റ്റ് ചെയ്യാനുള്ള സമയത്ത് 4 ടേക്കൊക്കെ പോയി കഴിയുമ്പോഴേക്ക് തരുണിൻ്റെ അടുത്ത് നമ്മൾ അത് ഒരു 4 ടേക്കോ 5 ടേക്ക് എങ്ങാനും പോയിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അപ്പോൾ തരുൺ വെച്ചടാ ഫസ്റ്റ് ടേക്കിൽ തന്നത് ഒന്ന് ചോദിച്ചു നോക്ക്. നല്ല ആശയം. ഞാൻ ചെന്ന് ഞാൻ ലാലേട്ടാ ഫസ്റ്റ് ടേക്കിൽ റിയാക്ട് ചെയ്തില്ലേ അങ്ങനെ എന്താണ് മോനെ എന്താ അറിയോ, അത് ഒരു കാര്യം എൻ്റെ അടുത്ത് വന്ന് പറയുമ്പോൾ, അതായത് ഇപ്പൊ ഇതാണ് ലാലേട്ടൻ ഷോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഷോട്ട് വെച്ച് കഴിഞ്ഞാൽ ആ സിറ്റുവേഷനെ എൻ്റെ ബ്രെയിൻ പ്രോസസ്സ് ചെയ്യുന്നതിൻ്റെ മുന്നേ ആണ് ഞാനത് അഭിനയിക്കുന്നത്. എൻ്റെ അടുത്ത് പറഞ്ഞ് എൻ്റെ ബ്രെയിൻ പ്രോസസ്സ് ചെയ്യും. 4ാമത്തെ ടേക്ക് ആകുമ്പോഴേക്ക് ലാലേട്ടന് മൊത്തം അറിയാം ഇവിടെ എന്താ നടക്കാൻ പോകുന്നതെന്നുള്ളത്. ലാലേട്ടൻ എന്നല്ല, ഒരു ആക്ടർ എന്ന നിലയിലാണ് പുള്ളി അന്ന് പറഞ്ഞു തന്നത്. അത് മൊത്തം ഞാൻ മനസ്സിലാക്കും. പിന്നെ ഞാൻ ഓട്ടോമാറ്റിക്കലി ഞാൻ മെക്കാനിക്കലായിട്ടേ അഭിനയിക്കുകയുള്ളൂ. കാരണം ഫസ്റ്റ് വന്ന ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള പരിപാടി പിന്നെ റീക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക. ആ പരിപാടിയാണ്. അപ്പം പുള്ളി എന്ന് പറഞ്ഞാൽ മുന്നേ അത് ഇനി അത് എനിക്കറിയില്ല, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് പുള്ളി വേറെ തന്നെ ഒരു സാധനം, അതും അല്ലാതെ വേറൊരു സാധനം.